കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് സൈറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ഇൻ അഡൽട്സ്. അഡൽട്സിൽ നമ്മൾ കാപ്പിലറി ബ്ലഡ് കളക്ഷനിൽ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് സൈറ്റ് ആണ്? ഓക്കെ, അപ്പൊ അഡൽട്സിൽ കാപ്പിലറി ബ്ലഡ് കളക്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് സൈറ്റ് ആണെന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഹീല്, ഇയർ ലോബ്, മിഡിൽ ഓർ റിംഗ് ഫിംഗർ, ദെൻ തമ്പ്. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഹീല് കൊടുത്തിട്ടുണ്ട്, ഇയർ ലോബ്, മിഡിൽ ഓർ റിംഗ് ഫിംഗർ, ദെൻ തമ്പ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മിഡിൽ ഓർ റിംഗ് ഫിംഗർ ആണ്. അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ ഓർ റിംഗ് ഫിംഗറിലായിരിക്കും ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഗുഡ് ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മിഡിൽ ഓർ റിംഗ് ഫിംഗേഴ്സിൽ നെർവ്സ് ഒക്കെ വളരെ തിൻ ആയിട്ടുള്ള നെർവ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രിക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു നെർവ്സ് ഡാമേജ് ആവുകയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ അതേപോലെ തന്നെ പ്രിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻഫുൾ ആയിട്ട് വരികയും ചെയ്യില്ല, ലെസ് പെയിൻഫുൾ ആയിരിക്കും മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ റിംഗ് ഫിംഗർ ചൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അതിൽ ഹീലും ഇയർ ലോബും ഓപ്ഷൻ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ ഹീലും ഇയർ ലോബും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇൻഫൻസിലാണ്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലും ഇയർ ലോബും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തമ്പ്. തമ്പ് നമ്മൾ ഒരിക്കലും കാപ്പിലറി ബ്ലഡ് കളക്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യാറില്ല. കാര്യം എന്ന് പറയുമ്പോൾ തമ്പിന്റെ അവിടെ ഉള്ള നമ്മളുടെ സ്കിൻ എന്ന് പറയുമ്പോൾ വളരെ ഹാർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രൊസീജിയർ പെയിൻഫുൾ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാപ്പിലറി ബ്ലഡ് കളക്ഷനിൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് മിഡിൽ ഓർ റിംഗ് ഫിംഗർ ആയിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ മിഡിൽ ഓർ റിംഗ് ഫിംഗറിൽ നമ്മളുടെ ബ്ലഡ് ഫ്ലോ വളരെ നല്ല രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ പ്രിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പെയിൻഫുൾ ആയിട്ട് വരില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വൈ ഷുഡ് ദി ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വി വൈപ്ഡ് അവേ ഡ്യൂറിങ് ദി കാപ്പിലറി ബ്ലഡ് കളക്ഷൻ. കാപ്പിലറി ബ്ലഡ് കളക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് എന്തുകൊണ്ടിട്ടാണ് നമ്മൾ വൈപ്പ് ചെയ്ത് കളയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ടു മച്ച് ഗ്ലൂക്കോസ്, ഇറ്റ് മേ ബി കണ്ടാമിനേറ്റഡ് വിത്ത് ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ആൽക്കഹോൾ, ഇറ്റ് ക്ലോട്ട്സ് ഫാസ്റ്റർ ദാൻ അതർ ഡ്രോപ്സ്, ഇറ്റ് കണ്ടെയ്ൻസ് ഫ്യൂവർ ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് നമ്മൾ വൈപ്പ് ചെയ്ത് കളയേണ്ട റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡ്രോപ്പിൽ ടിഷ്യൂ ഫ്ലൂയിഡ് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ കാപ്പിലറി ബ്ലഡ് കളക്ഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റ് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും അല്ലെ, ആൽക്കഹോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മൾ പ്രിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ആൽക്കഹോളിന്റെ കണ്ടാമിനേഷനും അതേപോലെ തന്നെ ഫസ്റ്റ് വരുന്ന ഡ്രോപ്പിൽ എന്തിന്റെ കണ്ടന്റും കാണും? ടിഷ്യൂ ഫ്ലൂയിഡ് കണ്ടന്റും കാണും. അപ്പൊ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് നമ്മൾ കളക്ട് ചെയ്യത്തില്ല. കളക്ട് ചെയ്താൽ നമുക്ക് ലാബ് റിസൾട്ട് ഇൻകറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ടിട്ടാണ് കാപ്പിലറി ബ്ലഡ് കളക്ഷനിൽ ഫസ്റ്റ് ഡ്രോപ്പ് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ അത് ഒന്നീ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആൽക്കഹോളും ആയിട്ട് കണ്ടാമിനേഷൻ വരും. അതിന്റെ ഒരു റീസണിലാണ് നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഫിംഗർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ കാപ്പിലറി പഞ്ചർ. നമ്മൾ കാപ്പിലറി പഞ്ചറിൽ യൂസ് ചെയ്യാത്ത ഫിംഗർ ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, തമ്പ്, ലിറ്റിൽ ഫിംഗർ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് ആൻഡ് ലിറ്റിൽ ഫിംഗർ. നമ്മൾ ചൂസ് ചെയ്യാത്തത് തമ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തമ്പിൽ എന്താണ്? ഹാർഡ് ടിഷ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ പ്രിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻഫുൾ ആയിട്ട് വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ തമ്പ് യൂസ് ചെയ്യാത്തത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എക്സസ് ക്യൂസിങ് അല്ലെങ്കിൽ മിൽക്കിംഗ് ഓഫ് ദി പഞ്ചൂർ സൈറ്റ് ക്യാൻ കോസ്. അപ്പൊ നമ്മൾ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും സ്ക്യൂസ് ചെയ്യരുത്. നമ്മളുടെ ആ ഒരു ഫിംഗർ ടിപ്പ് ഒരിക്കലും ഇങ്ങനെ നെക്കിയിട്ട് ബ്ലഡ് സ്ക്യൂസ് ആയി വരാനായിട്ട് അനുവദിക്കരുത്. അതിന്റെ റീസൺസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇൻക്രീസ്ഡ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ഹീമോലൈസിസ് ആൻഡ് ഡയലൂഷൻ വിത്ത് ടിഷ്യൂ ഫ്ലൂയിഡ്,
faster clotting of blood, then increased platelet count. നമ്മൾ അങ്ങനെ സ്ക്യൂസ് ചെയ്ത് കളയുമ്പോൾ ഉണ്ടാവുന്ന റീസൺ എന്ന് പറയുമ്പോൾ അവിടെ ഹീമോലൈസിസ് ഉണ്ടാവും. ബ്ലഡ് അവിടെ RBC അവിടെ എന്ത് പറ്റും, ലൈസ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡുമായിട്ട് ഡയലൂട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു റീസൺ കാരണമാണ് നമ്മൾ ഒരിക്കലും ആ ഒരു പഞ്ചർ സൈറ്റിൽ നിന്ന് സ്ക്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മിൽക്കിംഗ് ചെയ്യുകയോ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ എക്സസ് സ്ക്യൂസ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒന്നി ഹിമോലൈസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡുമായിട്ട് നമ്മളെ ബ്ലഡ് ഡയലൂട്ട് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാബ് റിസൾട്ട് അവിടെ ഇനാക്യുറേറ്റ് ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് വെയിൻ ഈസ് ദി ഫസ്റ്റ് ചോയ്സ് ഓഫ് റുട്ടീൻ വെനി പഞ്ചർ? നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് സെഫാലിക് വെയിൻ, ബേസിലിക് വെയിൻ, മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ, ഡോർസൽ ഹാൻഡ് വെയിൻ, അങ്ങനെ 4 ഓപ്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴ് നമ്മൾ വെനി പഞ്ചറിൽ നമ്മൾ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ എന്ന് ചൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ലാർജ് ആയിരിക്കും, ലാർജ് വെയിൻ ആയിരിക്കും. അതേപോലെ തന്നെ അവിടെ നിയറസ്റ്റ് ആയിട്ട് നെർവ്സോ ആർട്ടറീസോ ഒന്നും വരില്ല. അപ്പം ആക്സിഡന്റൽ പഞ്ചർ ഉണ്ടാവില്ല. ആർട്ടറീസിലോ നെർവ്സിലോ പഞ്ചറിങ് ആയിട്ട് വരാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻ കേസ് നമുക്ക് മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ സെഫാലിക് വെയിൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആണ്. നമുക്ക് മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ കിട്ടാത്ത വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് സെഫാലിക് വെയിൻ ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് സെഫാലിക് വെയിനും കിട്ടുന്നില്ല, ഇപ്പൊ മീഡിയൽ ക്യൂബിറ്റൽ വെയിനും കിട്ടുന്നില്ല, സെഫാലിക് വെയിനും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ബേസിലിക് വെയിനിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുള്ളൂ. പരമാവധി നമ്മൾ ബേസിലിക് വെയിനിൽ നിന്ന് കളക്ട് ചെയ്യാതെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ ബേസിലിക് വെയിനിന്റെ അടുത്തായിട്ടായിരിക്കും ബ്രേക്കിയൽ ആർട്ടറിയും അതേപോലെ തന്നെ മീഡിയൽ നെർവും വരുന്നത്. അപ്പൊ ആക്സിഡന്റൽ പഞ്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി മീഡിയൽ ക്യൂബിറ്റൽ വെയിനും സെഫാലിക് വെയിനുമായിട്ട് കമ്പയറിങ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിലിക് വെയിനിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ പരമാവധി നമ്മൾ ബേസിലിക് വെയിന് ചൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചോയ്സ് ഓഫ് റുട്ടീൻ വെനി പഞ്ചർ എന്ന് വരുമ്പോൾ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ഓപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലായിട്ടും റുട്ടീൻ വെനി പഞ്ചറിൽ ഫസ്റ്റ് ചോയ്സ് ഓഫ് വെയിൻ മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആയിരിക്കും. മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ കിട്ടാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് സെഫാലിക് വെയിൻ ആയിരിക്കും. ഓക്കെ, ഈ 2 വെയിന് നമുക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ ബേസിലിക് വെയിനിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുള്ളൂ. പരമാവധി ബേസിലിക് വെയിനിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യില്ല, പെയിൻഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ടൂർണിക്കേറ്റ്. നമ്മള് വെനി പഞ്ചർ ചെയ്യുമ്പോൾ നമ്മൾ ടൂർണിക്കേറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെയിൻ പ്രോമിനന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടൂർണിക്കേറ്റ് ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ഇൻ പ്ലേസ് ഫോർ മോർ ദാൻ. ടൂർണിക്കേറ്റ് ഒരിക്കലും നമ്മൾ കുറെ നേരത്തേക്ക് കെട്ടിവെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ പരമാവധി നമ്മൾ എത്ര നേരം ആയിരിക്കണം ഒരു ടൂർണിക്കേറ്റ് നമ്മൾ ടൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് 30 seconds, 1 minute, 2 minutes, 5 minutes. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ടൂർണിക്കേറ്റ് നമ്മൾ 1 minute ആ ഒരു ടൈം വരെ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ടൈ ചെയ്ത് വെക്കാവുള്ളൂ. ഒരിക്കലും 1 minute കൂടുതലായിട്ട് നമ്മൾ ടൂർണിക്കേറ്റ് ടൈ ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാന്ന് വെക്കാം, ടൂർണിക്കേറ്റ് കെട്ടിയിട്ട് നമുക്ക് വെയിൻ പ്രോമിനന്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പൊ കുറെ നേരം ഒരിക്കലും ടൂർണിക്കേറ്റ് കെട്ടി വെക്കരുത്. അത് നമ്മൾ ടൈ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ 1 minute കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ടൂർണിക്കേറ്റ് ടൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന റീസൺസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഒന്നി കോൺസെൻട്രേറ്റഡ് ആവും, ഹീമോ കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ലാബ് റിസൾട്ടിൽ വേരിയേഷൻ വരും. ഇങ്ങനെ നല്ല രീതിയിൽ ടൈ ചെയ്ത് വെക്കുമ്പോൾ പ്രോട്ടീൻസിന്റെയും പൊട്ടാസ്യത്തിന്റെയും സെൽ കൗണ്ട്സിന്റെ ഒക്കെ വാല്യൂ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫോൾസ് ലാബ് റിസൾട്ട് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഒരിക്കലും ടൂർണിക്കേറ്റ് നമ്മൾ 1 minute കൂടുതൽ
കെട്ടി വെക്കരുത്, ടൈ ചെയ്ത് വെക്കരുത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് വെനി പഞ്ചർ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഹെമറ്റോമ ഫോർമേഷൻ, എയർ എംബോളിസം, നെർവ് പാരാലിസിസ്, സെപ്റ്റിസീമിയ. ഓക്കെ. അപ്പൊ നമ്മൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇപ്പൊ വെനി പഞ്ചർ പ്രൊസീജിയറിന് ശേഷം നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹെമറ്റോമ ഫോർമേഷൻ ആണ്. ഹെമറ്റോമ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്ലഡ് അവിടെ കട്ട പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന വെയിൻ്റെ അവിടെ ഒരു ബൾജിങ് പോലെ വരും. ഓക്കെ. അത് കോമൺ ആയിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് വെനി പഞ്ചർ. നമ്മൾ പ്രോപ്പർ ആയിട്ട് നീഡില് ആ ഒരു വെയിനിലേക്ക് ഇൻസേർട്ട് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നീഡിൽ എടുക്കുന്ന ടൈമിൽ കുറച്ച് ഫോഴ്സിൽ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന ആംഗിള് അങ്ങനെയൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്, ഹെമറ്റോമ ഫോർമേഷൻ. അവിടെ ജസ്റ്റ് എന്ത് പറ്റും, ബൾജായി വരും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെമറ്റോമ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് നീഡിൽ ഗേജ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ റുട്ടീൻ അഡൽട്ട് വെനി പഞ്ചർ? അഡൽട്സിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന നീഡിൽ ഗേജ് എന്ന് പറയുമ്പോൾ നീഡിലിന്റെ ആ ഒരു പോർഷൻ, നീഡിലിന്റെ പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ടിപ്പിൽ വരുന്നതാണ് കേട്ടോ ഗേജ് സൈസ്. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ 16 ഗേജ്, 21 ഗേജ്, 25 ഗേജ്, 27 ഗേജ്. ഓക്കെ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന അഡൽട്സിൽ നമ്മൾ എടുക്കുന്ന ഗേജ് സൈസ് എന്ന് പറയുമ്പോൾ 21 ഗേജ് സൈസ് ആണ്. സ്റ്റാൻഡേർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് അഡൽറ്റിൽ 21 ഗേജ് ആണ്. 21 ഗേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗുഡ് ബ്ലഡ് ഫ്ലോ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഹീമോലൈസിസ് അവിടെ മിനിമൈസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഒരു നീഡിലിന്റെ ഒരു ഗേജ് ഫാക്ട് പറയുവാണെങ്കിൽ നമ്മളുടെ സ്മോളർ ഗേജ് നമ്പർ ആണ് വരുന്നതെങ്കിൽ ആ ഒരു നീഡിൽ എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മളുടെ നീഡിൽ ഗേജിന്റെ നമ്പർ കുറയുന്ന അനുസരിച്ച് അവിടെ നീഡിലിന്റെ ലാർജർ സൈസ് ആയിട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ലാർജർ ഗേജ് നമ്പർ വരുമ്പോൾ നീഡിലിന്റെ ആ ഒരു ടിപ്പ് പോർഷൻ, നമ്മൾ ആ ബ്ലഡ് കയറുന്ന ഒരു ടിപ്പ് പോർഷന്റെ സൈസ് അവിടെ എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഒരു നീഡിൽ ഗേജ് ഫാക്ട് പറയുവാണെങ്കിൽ നമ്മളെ സ്മോൾ ഗേജ് നമ്പർ ആണെങ്കിൽ, ഗേജ് നമ്പർ സ്മോൾ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവിടെ നീഡിലിന്റെ ആ ഒരു ടിപ്പ് പോർഷൻ എന്തായിരിക്കും, ലാർജർ ആയിരിക്കും. ബ്ലഡ് കയറി പോകുന്ന ആ ഒരു പോർഷൻ എന്തായിരിക്കും, ലാർജർ ഡെൻസിറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം ലാർജർ ഗേജ് നമ്പർ ആണ് വരുന്നെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മളെ 21 ഗേജും 27 ഗേജും എടുക്കാന്ന് വെക്കാം. 21 ഗേജ് എന്ന് പറയുമ്പോൾ സ്മോളർ ഗേജ് നമ്പർ ആയിരിക്കും. അപ്പൊ ആ ഒരു നീഡിൽ എന്ന് വെച്ചാൽ ലാർജർ ആയിരിക്കും ആ ടിപ്പ് പോർഷനിൽ. പക്ഷെ 27 എന്ന് പറയുന്ന ഗേജിൽ എന്ന് പറയുമ്പോൾ സ്മോളർ നീഡിലായിരിക്കും. നീഡിലിന്റെ സൈസ് അവിടെ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പൊ ബ്ലഡ് കയറി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. ഓക്കെ. അങ്ങനെയാണ് നമ്മളുടെ നീഡിൽ ഗേജ് ഫാക്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ അഡൽറ്റില് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന നീഡിൽ ഗേജ് സൈസ് എന്ന് പറയുമ്പോൾ 21 ഗേജ് സൈസ് ആണ് അഡൽറ്റില് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്തെന്ന് പറയുമ്പോൾ വിച്ച് നീഡിൽ ഗേജ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ പീഡിയാട്രിക് പേഷ്യൻസ് ഓർ പേഷ്യന്റ് വിത്ത് സ്മോൾ വെയിൻസ്? ഇപ്പൊ പേഷ്യൻസിൽ സ്മോൾ വെയിൻസ് ഉള്ള പേഷ്യൻസിലും അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് പീഡിയാട്രിക് പേഷ്യൻസിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഗേജ് സൈസ് എന്ന് പറയുമ്പോൾ 23 ഗേജ് സൈസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പീഡിയാട്രിക് ഇൻഫൻസിലും അതേപോലെ തന്നെ സ്മോൾ വെയിൻസ് ഉള്ള പേഷ്യൻസിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് 23 ഗേജ് നീഡിലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ യൂസിങ് എ നീഡിൽസ് ദാറ്റ് ഈസ് ടു സ്മോൾ ഹൈ ഗേജ് നമ്പർ ഡ്യൂറിങ് വെനി പഞ്ചർ മേ ഇൻക്രീസ് ദി റിസ്ക് ഓഫ്. അപ്പൊ നമ്മൾ നേരത്തെ നീഡിൽ ഫാക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നീഡില് വളരെ ചെറുതും ഗേജ് നമ്പർ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അവിടെ ലാർജർ ഗേജ് നമ്പർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ വെനി പഞ്ചറിൽ നമ്മൾ നേരിടുന്ന റിസ്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഹീമോലൈസിസ്, ഹൈപ്പർ ടെൻഷൻ, ലൂക്കോസൈറ്റോസിസ്, ഹൈപ്പോഗ്ലൈസീമിയ.
അപ്പൊ ഇതില് നമ്മളുടെ സ്മോളർ നീഡിൽ എന്ന് പറയുമ്പോൾ ഗേജ് സൈസ് വരുമ്പോൾ 25 ഗേജ് അല്ലെങ്കിൽ 27 ഗേജ്, അങ്ങനെ അത്രയും ഇതിൽ വരുന്ന ഗേജ് സൈസ് ഉള്ള നീഡിൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക് എന്ന് പറയുമ്പോൾ ഹീമോലൈസിസ് ആയിരിക്കും. കാര്യം എന്ന് പറയുമ്പോൾ നീഡിൽ വളരെ ചെറുതായിരിക്കും, അപ്പൊ ബ്ലഡ് കയറി പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ RBC ഒക്കെ റപ്ചർ ആയിട്ട് ബ്രേക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതിന്റെ പരമായിട്ടാണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്, ഹീമോലൈസിസ് ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ലാബ് റിസൾട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ നീഡിൽ വളരെ സ്മോൾ ആണെങ്കിൽ, ഗേജ് സൈസ് കൂടുതലായിട്ടുള്ള നീഡിൽസ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 25 ഗേജും 27 ഗേജ് ഒക്കെ ആയിട്ടുള്ള നീഡിൽസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന റിസ്ക് എന്ന് പറയുമ്പോൾ ഹീമോലൈസിസ് ആയിരിക്കും. ബ്ലഡ് ആ ഒരു നീഡിലേക്ക് കയറി പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ RBCs എന്ത് പറ്റും, റപ്ചർ ആവാനും ബ്രേക്ക് ആയി നമുക്ക് അവിടെ ഹീമോലൈസിസ് കോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആന്റികോയാഗുലന്റ് ബേസ് ചെയ്തിട്ടാണ്. വിച്ച് ആന്റികോയാഗുലന്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്? CBC നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഷോർട്ട് ആയിട്ട് CBC എന്ന് പറയും. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ സോഡിയം സിട്രേറ്റ്, EDTA, ഹെപ്പാരിൻ, സോഡിയം ഫ്ലൂറൈഡ്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് EDTA ആണ്. EDTA നമ്മൾ പറയുന്നത് എത്തിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആന്റികോയാഗുലന്റ് എന്ന് പറയുമ്പോൾ EDTA ആണ്. EDTA നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ചൂസ് ചെയ്യുന്നത്? EDTA ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യിക്കുന്നത് കാൽസ്യമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ്. EDTA കാൽസ്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ EDTA നമ്മുടെ RBCയുടെയും WBCയുടെയും ഷേപ്പും സൈസും ഒക്കെ എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കും. അതിൽ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ മോർഫോളജി പ്രിസർവ് ചെയ്ത് വെക്കും. വേറെ ഏതെങ്കിലും ആന്റികോയാഗുലൻസ് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന് യൂസ് ചെയ്യുവാണെങ്കിൽ ബ്ലഡ് കൗണ്ട്സിനും അതേപോലെ തന്നെ മോർഫോളജി വേരിയേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും EDTA ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. EDTA എന്ന് പറയുമ്പോൾ ആന്റികോയാഗുലന്റ് കളർ കോഡ് എന്ന് പറയുമ്പോൾ പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ ടോപ്പ് ട്യൂബ് ആയിരിക്കും. അപ്പൊ അവരുടെ ക്യാപ് പോർഷൻ എന്തായിരിക്കും, പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ കളറിലായിരിക്കും CBCയുടെ ട്യൂബ് വരുന്നത്, അല്ലെങ്കിൽ EDTA ട്യൂബ് വരുന്നത്. അപ്പം നമ്മൾ CBCയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് എന്ന് പറയുമ്പോൾ EDTA ആണ്. EDTയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ടിംഗ് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെന്തുമായിട്ട് ബൈൻഡ് ചെയ്യും, കാൽസ്യമായിട്ട് ബൈൻഡ് ചെയ്യും. ആ ഒരു ബൈൻഡിങ്ങിനെ നമ്മൾ പറയുന്ന ഇതാണ് കീലൈറ്റിംഗ് ആക്ഷൻ എന്ന് പറയും. ആ ഒരു ആന്റികോയാഗുലന്റിന്റെ ആക്ടിവിറ്റീനെ നമ്മൾ പറയുന്നതാണ് കീലൈറ്റിംഗ് ആക്ഷൻ എന്ന് പറയും. കാൽസ്യത്തിന്റെ കീലൈറ്റിംഗ് ആക്ഷൻ എന്ന് വെച്ചാൽ EDTA കാൽസ്യമായിട്ട് അവിടെ ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ EDTയുടെ ആ ഒരു ട്യൂബിന്റെ കളർ കോഡിംഗ് വരുന്നതെന്ന് പറയുമ്പോൾ പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ ടോപ്പ് ട്യൂബ് ആയിരിക്കും. ആ ഒരു ക്യാപ് പോർഷൻ എന്തായിരിക്കും, പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ കളറിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അതർ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് സോഡിയം സിട്രേറ്റ് കൊടുത്തിട്ടുണ്ട്, ഹെപ്പാരിൻ, സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം സിട്രേറ്റ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കൊയാഗുലേഷൻ ടെസ്റ്റിനാണ്. കൊയാഗുലേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പ്രോത്രോംബിൻ ടൈം, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈമിംഗ്, APTT എന്നൊക്കെ പറയും, PT, APTT. അങ്ങനെയുള്ള കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് സോഡിയം സിട്രേറ്റ് ആന്റികോയാഗുലന്റ്. ദെൻ ഹെപ്പാരിൻ. ഹെപ്പാരിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്മ കെമിസ്ട്രി അല്ലെങ്കിൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് അങ്ങനെയുള്ള ടെസ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നത്, ഹെപ്പാരിൻ ആന്റികോയാഗുലന്റ് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡ് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് എക്സ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. റാൻഡം ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറയുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് ആണ് സോഡിയം ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വിച്ച് ആന്റികോയാഗുലന്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ എ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്? CBCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് ഏതാണ്? അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ EDTA ഉണ്ട്. EDTA ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. EDTA എന്ന് പറയുമ്പോൾ എത്തിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, അതായിരിക്കും നമ്മുടെ ആന്റികോയാഗുലന്റ് ഓഫ് ചോയ്സ് CBCയിൽ വരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ, നമ്മൾ സോഡിയം സിട്രേറ്റ് എന്തിനാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, കൊയാഗുലേഷൻ സ്റ്റഡീസ്, അതിൽ ബ്രാക്കറ്റിൽ PT, ദെൻ APTT. PT എന്ന് പറയുമ്പോൾ പ്രോത്രോംബിൻ ടൈം, APTT എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക്. നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, നെക്സ്റ്റ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. അപ്പൊ ഇതില് നമുക്ക് വരുന്നത് സോഡിയം സിട്രേറ്റ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്, PTയും APTTക്കും. ഇവിടെ ഈ ഒരു സോഡിയം സിട്രേറ്റിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയും കാൽസ്യം ബൈൻഡിങ് ആണ് വരുന്നത്. കാൽസ്യം ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ആന്റികോയാഗുലന്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ബിക്കോസ് ഇറ്റ് ഇൻഹിബിറ്റ് ഗ്ലൈക്കോളൈസിസ്. അപ്പൊ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് ഏതാണ്? അവിടെ ആ ഒരു ആന്റികോയാഗുലന്റ് എന്താണ് ചെയ്യുന്നത്? ഗ്ലൈക്കോലൈസിസ് അവിടെ ഇൻഹിബിറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് EDTA, ഹെപ്പാരിൻ, സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം സിട്രേറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, സോഡിയം ഫ്ലൂറൈഡ് ആണ് നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വരുന്ന ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, റാഡം ബ്ലഡ് ഗ്ലൂക്കോസ്, അതേപോലെ തന്നെ ഗ്ലൂക്കോസ് ടോളറന്റ് ടെസ്റ്റ്. ഇങ്ങനെയുള്ള ടെസ്റ്റിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് സോഡിയം ഫ്ലൂറൈഡ് ആണ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. അവർ ആ ഒരു ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കും. അതേപോലെ തന്നെ ഗ്ലൈക്കോളൈസിസ് അവിടെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ സോഡിയം ഫ്ലൂറൈഡിന്റെ ആ ഒരു ക്യാപ്പ്, ആ ഒരു കളർ കോഡ് വരുന്നതെന്ന് പറയുമ്പോൾ ഗ്രേ ടോപ്പ് ആയിരിക്കും വരുന്നത്. ഗ്രേ കളറിലായിരിക്കും സോഡിയം ഫ്ലൂറൈഡിന്റെ ആ ഒരു ബോട്ടിൽ കളർ കോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ സോഡിയം ഫ്ലൂറൈഡ് ആണ് നമ്മൾ കോമൺ ആയിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, റാഡം ബ്ലഡ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് ആണ് സോഡിയം ഫ്ലൂറൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ആന്റികോയാഗുലന്റ് ആക്ട്സ് ബൈ ബൈൻഡിങ് കാൽസ്യം അയോൺസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ ആന്റികോയാഗുലൻസ് ആണ് കാൽസ്യം അയോൺസുമായിട്ട് ബൈൻഡിങ് ചെയ്ത് നമുക്ക് ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഹെപ്പാരിൻ, EDTA ആൻഡ് സോഡിയം സിട്രേറ്റ്, സോഡിയം ഫ്ലൂറൈഡ്, ഓക്സലേറ്റ്. അപ്പൊ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ EDTയും സോഡിയം സിട്രേറ്റ് ആണ്. ഇവിടെ നമ്മളുടെ കാൽസ്യം കീലേറ്റിംഗ് ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ കാൽസ്യമായിട്ട് ബൈൻഡിങ് ചെയ്തിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാതെ പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ആന്റികോയാഗുലന്റ് ഈസ് പ്രിഫേർഡ് ഫോർ പ്ലാസ്മ ഇലക്ട്രോലൈറ്റ് അനാലിസിസ് ആൻഡ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ഏത് ആന്റികോയാഗുലന്റ് ആണ് നമുക്ക് പ്ലാസ്മ ഇലക്ട്രോലൈറ്റ്സ് അനാലിസിസിനും ബ്ലഡ് ഗ്യാസ് അനാലിസിസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് EDTA ഉണ്ട്, സോഡിയം സിട്രേറ്റ്, ഹെപ്പാരിൻ, സോഡിയം ഫ്ലൂറൈഡ്. ഇപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്തായിരുന്നു, ബ്ലഡ് ഗ്യാസ് അനാലിസിസിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെപ്പാരിൻ ആണെന്ന്. ഹെപ്പാരിൻ ആന്റികോയാഗുലന്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും എന്തിനു യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്യാസ് അനാലിസിസിനും അതേപോലെ തന്നെ പ്ലാസ്മ ഇലക്ട്രോലൈറ്റ് അനാലിസിസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ഹെപ്പാരിൻ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആന്റി ത്രോംബിൻ ഫാക്ടർ 3നെ അവിടെ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യും. ഹെപ്പാരിൻ നമ്മുടെ ആന്റി ത്രോംബിൻ ഫാക്ടർ 3നെ അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ത്രോംബിനെ അവിടെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എന്തവിടെ ഫോം ചെയ്യില്ല? ബ്ലഡ് ക്ലോട്ടിംഗ് അവിടെ ഫോം ചെയ്യത്തില്ല. അപ്പൊ ഹെപ്പാരിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആന്റി ത്രോംബിൻ ഫാക്ടർ 3നെ അവിടെ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യും. ഹെപ്പാരിൻ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് അതെന്ത് ചെയ്യും? നമ്മള് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ക്ലോട്ടിംഗ് അവിടെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴ് നമ്മള് ആന്റികോയാഗുലന്റ് പ്രിഫർ ചെയ്യുന്നു പ്ലാസ്മ ഇലക്ട്രോലൈറ്റ് അനാലിസിസിനും
ബ്ലഡ് ഗ്യാസ് അനാലിസിസിനും വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഹെപ്പാരിൻ ആയിരിക്കും. ഹെപ്പാരിന്റെ കളർ കോഡ് വരുന്നതെന്ന് വെച്ചാൽ ഗ്രീൻ കളർ ആയിരിക്കും കളർ കോഡ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെയിനിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ലീഷ്മാൻ സ്റ്റെയിൻ ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ. ഓക്കെ, ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെയിൻ ഉണ്ട്, റൊമനോസ്കി സ്റ്റെയിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ലീഷ്മാൻ സ്റ്റെയിൻ. ലീഷ്മാൻ സ്റ്റെയിൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈമർലി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ യൂറിൻ എക്സാമിനേഷൻ, പെരിഫറൽ ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ, സ്റ്റൂൾ എക്സാമിനേഷൻ, ദെൻ സ്പ്യൂട്ടം എക്സാമിനേഷൻ. ലീഷ്മാൻ സ്റ്റെയിൻ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് സെൽസിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്, അതേപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് പാരസൈറ്റ്സ് ആയിട്ടുള്ള മലേറിയ, ഇതിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ RBC, WBC, പ്ലേറ്റ്ലെറ്റിന്റെ ഒക്കെ മോർഫോളജി ചേഞ്ചസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലഡ് സ്മിയർ പ്രിപ്പയർ ചെയ്ത് ലീഷ്മാൻ സ്റ്റെയിനുമായിട്ട് സ്റ്റെയിൻ ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പി കൊണ്ട് പോയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് RBCയുടെ മോർഫോളജി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ WBCയുടെ മോർഫോളജി, WBC തന്നെ പലതരത്തിലുണ്ട് അല്ലെ, ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, അഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ന്യൂട്രോഫില്, ഈസ്നോഫില്, ബേസോഫില്, ലിംഫോസൈറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ ആ ഓരോ സെൽസിന്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർഫോളജി ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ലീഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എന്താണ് ബ്ലഡ് സെൽസിന്റെ മോർഫോളജി ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ പാരസൈറ്റ്സ്, പാരസൈറ്റോളജിയിൽ മലേറിയൽ പാരസൈറ്റ്, പ്ലാസ്മോഡിയം സ്പീഷീസിനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും ഒക്കെ നമ്മൾ എങ്ങനെയാണ്, പെരിഫറൽ ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ ചെയ്തിട്ടാണ്. ലീഷ്മാൻ സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മലേറിയൽ ബ്ലഡ് പാരസൈറ്റ്സിനും നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, ലീഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ ലീഷ്മാൻ സ്റ്റെയിൻ യൂറിൻ എക്സാമിനേഷനോ സ്റ്റൂൾ എക്സാമിനേഷനോ സ്പ്യൂട്ടം എക്സാമിനേഷനോ ഒന്നും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ബ്ലഡ് സ്മിയർ എക്സാമിനേഷന് മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലീഷ്മാൻ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലീഷ്മാൻ സ്റ്റെയിൻ ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റെയിൻസ്? ലീഷ്മാൻ സ്റ്റെയിൻ ഏത് ഗ്രൂപ്പ് ഓഫ് സ്റ്റെയിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഒന്നാമത്തേത് ഗ്രാം സ്റ്റെയിൻ, 2 റോമനോസ്കി സ്റ്റെയിൻ, മൂന്നാമത്തേത് സീൽ നീൽസൺ സ്റ്റെയിൻ, ലാസ്റ്റ് വൺ ആൽബർട്ട് സ്റ്റെയിൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ലീഷ്മാൻ സ്റ്റെയിൻ ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? റോമനോസ്കി സ്റ്റെയിൻ ഗ്രൂപ്പ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ലീഷ്മാൻ സ്റ്റെയിൻ. ദെൻ ലീഷ്മാൻ സ്റ്റെയിൻ മാത്രമല്ല റോമനോസ്കി സ്റ്റെയിൻ അണ്ടറിൽ വരുന്നത്, വേറെയും സ്റ്റെയിൻസ് ഉണ്ട്. റൈറ്റ് സ്റ്റെയിൻ, ജിംസ സ്റ്റെയിൻ, ജെന്നർ സ്റ്റെയിൻ എന്നൊക്കെ പറയും. ഇത്രയും സ്റ്റെയിൻസും ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? റോമനോസ്കി സ്റ്റെയിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ റോമനോസ്കി സ്റ്റെയിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റെയിൻസ് എന്ന് പറയുമ്പോൾ ലീഷ്മാൻ സ്റ്റെയിൻ, റൈറ്റ് സ്റ്റെയിൻ, ജിംസ സ്റ്റെയിൻ, ജെന്നർ സ്റ്റെയിൻ. ഇത്രയും സ്റ്റെയിൻസ് ആണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്? റോമനോസ്കി സ്റ്റെയിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഈ സ്റ്റെയിൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെരിഫറൽ ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ ചെയ്യാം, അതേപോലെ തന്നെ ബോൺ മാരോ സ്മിയർ എക്സാമിനേഷൻ ചെയ്യാം, ബ്ലഡ് പാരസൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു റോമനോസ്കി സ്റ്റെയിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു റോമനോസ്കി സ്റ്റെയിനിന്റെ പ്രിൻസിപ്പിൾ പറയാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 2 സ്റ്റെയിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അസിഡിക് സ്റ്റെയിനും യൂസ് ചെയ്യുന്നുണ്ട്, ബേസിക് സ്റ്റെയിനും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അസിഡിക് ഡൈയും യൂസ് ചെയ്യുന്നുണ്ട്, ബേസിക് ഡൈയും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അസിഡിക് ഡൈ വെച്ചിട്ട് നമ്മളെ സെല്ലിന്റെ എന്തായിരിക്കും കണ്ടുപിടിക്കുന്നത്? ബേസിക് കമ്പോണന്റ്. ബേസിക് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം. അപ്പൊ അസിഡിക് ഡൈ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? ബേസിക് കമ്പോണന്റ് ആയിട്ടുള്ള സൈറ്റോപ്ലാസത്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേസിക് ഡൈ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ബേസിക് ഡൈ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? നമ്മളുടെ സെല്ലിന്റെ അസിഡിക് കമ്പോണന്റിന്. അസിഡിക് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനെ ആയിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴ് നമ്മളുടെ റോമനോസ്കി സ്റ്റെയിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ റോമനോസ്കി സ്റ്റെയിനിൽ 2 ഡൈസ് ഉണ്ട്, അസിഡിക് ഡൈ ഉണ്ട്, ബേസിക് ഡൈ ഉണ്ട്. അസിഡിക് ഡൈ ബേസിക് കമ്പോണന്റ് ആയിട്ടുള്ള സൈറ്റോപ്ലാസത്തിനെ സ്റ്റെയിൻ ചെയ്യും. ബേസിക് ഡൈ എന്തിനെ സ്റ്റെയിൻ ചെയ്യും? അസിഡിക് കമ്പോണന്റിനെ സ്റ്റെയിൻ ചെയ്യും, ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലീഷ്മാൻ സ്റ്റെയിൻ ഏത് ഗ്രൂപ്പ് ഓഫ് സ്റ്റെയിന്റെ അണ്ടറിൽ വരുന്നതാണ്? റോമനോസ്കി സ്റ്റെയിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അതർ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ഗ്രാം സ്റ്റെയിൻ ഉണ്ട്, സീൽ നീൽസൺ സ്റ്റെയിൻ ഉണ്ട്,
ആൽബർട്ട് സ്റ്റെയിൻ ഉണ്ട്. ഇതില് ഗ്രാം സ്റ്റെയിൻ നമ്മൾ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെയിൻ ആണ് ഗ്രാം സ്റ്റെയിൻ. ദെൻ സീൽ നീൽസൺ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ആസിഡ് ഫാസ്റ്റ് ബാസിലൈ, ട്യൂബർക്കിൾ ബാസിലയുടെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സീൽ നീൽസൺ സ്റ്റെയിൻ. നെക്സ്റ്റ് ആൽബർട്ട് സ്റ്റെയിൻ നമ്മൾ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ വോളിറ്റിൻ ഗ്രാനൂൾസിന്റെ സ്പെഷ്യൽ സ്റ്റെയിൻ ആണ് എന്ത് ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ലീഷ്മാൻ സ്റ്റെയിൻ ഏത് ഗ്രൂപ്പ് ഓഫ് സ്റ്റെയിൻ അണ്ടറിൽ വരുന്നതാണ്? റോമനോസ്കി സ്റ്റെയിൻ അണ്ടറിൽ വരുന്നതാണ് ലീഷ്മാൻ സ്റ്റെയിൻ. നെക്സ്റ്റ് നമ്മളെ ലീഷ്മാൻ സ്റ്റെയിനിൽ വരുന്ന ഇൻഗ്രീഡിയന്റ് ആണ് മെത്തനോൾ. മെത്തനോൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെത്തനോളിന്റെ ആക്ഷൻ എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഡീകളറൈസർ, മോർഡൻ, ഫിക്സേറ്റീവ്, കൗണ്ടർ സ്റ്റെയിൻ. മെത്തനോൾ ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിക്സേറ്റീവ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡ് സെൽസിനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാനും, അതേപോലെ തന്നെ നമ്മൾ സ്റ്റെയിനിങ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിൽ വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ വരുമ്പോൾ സെൽസ് വാഷ് ഔട്ട് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനൊക്കെയാണ് ആരുടെ ആക്ഷൻ? മെത്തനോളിന്റെ ആക്ഷൻ. അപ്പൊ നമ്മളുടെ ലീഷ്മാൻ സ്റ്റെയിനിൽ മെത്തനോളിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫിക്സേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡ് സെൽസിനെ എല്ലാം എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്യും. അതേപോലെ തന്നെ സ്റ്റെയിനിങ് പ്രൊസീജിയറിൽ വാഷിംഗ് പ്രോസസ് ഒക്കെ ഉണ്ടാവും. വാഷിംഗ് പ്രോസസ്സിൽ നമ്മളുടെ സെൽസ് വാഷ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ഷേപ്പ് കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതെല്ലാം ആരായിരിക്കും? മെത്തനോൾ ആയിരിക്കും വെക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഡൈ ഇൻ ലീഷ്മാൻ സ്റ്റെയിൻ stains the nuclei of white blood cells purple blue color. അപ്പൊ നമ്മളെ ലീഷ്മാൻ സ്റ്റെയിനിലെ ഏത് ഡൈ ആണ് നമ്മളെ ന്യൂക്ലിയസിനെ പർപ്പിൾ ബ്ലൂ കളറിൽ സ്റ്റെയിൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലീഷ്മാൻ സ്റ്റെയിനിൽ അസിഡിക് ഡൈയും ഉണ്ട്, ബേസിക് ഡൈയും ഉണ്ടെന്ന് പറഞ്ഞു. അതില് നമുക്ക് ലീഷ്മാൻ സ്റ്റെയിനിൽ വരുന്ന ബേസിക് ഡൈ എന്ന് പറയുമ്പോൾ മെത്തിലിൻ ബ്ലൂ ആണ്. മെത്തിലിൻ ബ്ലൂവിന് നമ്മൾ അഷ്യൂർ ഡൈസ് എന്ന് പറയും. ഇപ്പൊ ഈ മെത്തിലിൻ ബ്ലൂ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന എന്തായിരിക്കും? ഇത് ബേസിക് ഡൈ ആയതുകൊണ്ട് തന്നെ അസിഡിക് സ്ട്രക്ചറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റെയിൻ ചെയ്യുന്നത്. അസിഡിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസും അല്ലെങ്കിൽ RNA. അങ്ങനെ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കളറിൽ വരും? പർപ്പിൾ ബ്ലൂ കളറിൽ വരും. അപ്പോഴ് നമ്മളുടെ മെത്തിലിൻ ബ്ലൂ ആയിരിക്കും ഇവിടെ എന്ത്? ബേസിക് ഡൈ. ബേസിക് ഡൈ ഇവിടെ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? അസിഡിക് സ്ട്രക്ചറിനെ ആയിരിക്കും. അസിഡിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെൽസിലെ ന്യൂക്ലിയസും RNA. ഏത് കളറിലായിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? പർപ്പിൾ ബ്ലൂ കളറിലായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി പറഞ്ഞു വേറൊരു ഡൈ ഉണ്ട്, ഇയോസിൻ ഡൈ ആയിരിക്കും ഇവിടുത്തെ എന്ത്? അസിഡിക് ഡൈ. അപ്പൊ അസിഡിക് ഡൈ അപ്പൊ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? ബേസിക് സ്ട്രക്ചറിന് അല്ലെങ്കിൽ ബേസിക് കമ്പോണന്റ്, നമ്മളെ സെൽസിലെ ബേസിക് കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ അകത്താണ് നമ്മളുടെ ഗ്രാന്യൂൾസ് വരും, അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ സൈറ്റോപ്ലാസത്തിലായിരിക്കും. അപ്പൊ ആ ഒരു സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ഗ്രാനൂൾസിനൊക്കെ എന്ത് കളറിലായിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? പിങ്ക് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളറിലായിട്ടായിരിക്കും ആര് സ്റ്റെയിൻ ചെയ്യുന്നത്? ഇയോസിൻ സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ലീഷ്മാൻ സ്റ്റെയിനിൽ രണ്ട് ഡൈസ് ഉണ്ട്. ഒന്നെന്താണ്? ബേസിക് ഡൈയും അടുത്തത് അസിഡിക് ഡൈ. ബേസിക് ഡൈ എന്ന് പറയുമ്പോൾ മെത്തിലിൻ ബ്ലൂ ആണ്. മെത്തിലിൻ ബ്ലൂ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? അസിഡിക് സ്ട്രക്ചറിനെ ആയിരിക്കും. അസിഡിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ RNA. എന്ത് കളറിലായിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? പർപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറിലായിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഡൈ എന്ന് പറയുമ്പോൾ ഇയോസിൻ എന്ന് പറയുമ്പോൾ അസിഡിക് ഡൈ ആണ്. ആ ഒരു അസിഡിക് ഡൈ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? ബേസിക് സ്ട്രക്ചർ. നമ്മുടെ സെൽസിലെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മളുടെ ഗ്രാനൂൾസ് ഉണ്ടാവും, സെൽസിന്റെ ഗ്രാനൂൾസ് ഉണ്ടാവും, ഹീമോഗ്ലോബിൻസ് ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ഒരു പിങ്ക് ടു ഓറഞ്ച് റെഡ് കളറിലായിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്താണ്? വിച്ച് ഡൈ ഇൻ ലീഷ്മാൻ stains the nuclei of the white blood cells purple blue color. അപ്പൊ നമ്മളുടെ ലീഷ്മാൻ സ്റ്റെയിൻ ഏത് സ്റ്റെയിൻ ആണ് ആ ഒരു ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നത്? പർപ്പിൾ ബ്ലൂ കളർ. അപ്പൊ നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? മെത്തിലിൻ ബ്ലൂ അല്ലെങ്കിൽ അഷ്യൂർ ഡൈസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.
മെഥനിൻ ബ്ലൂ ആണ് ഇവിടുത്തെ എന്താ ബേസിക് ഡൈ. എന്തിനായിരിക്കും? അസിഡിക് സ്ട്രക്ചർ ആയിട്ടുള്ള ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലീഷ്മാൻ സ്റ്റെയിൻ? ലീഷ്മാൻ സ്റ്റെയിനിൽ നമ്മൾ ചെയ്യാത്തത്, ഇതിൽ ഇൻക്ലൂഡ് ആയി വരാത്തത് ഏത് ആപ്ലിക്കേഷൻ ആണെന്നാണ്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ WBC കൗണ്ട്, രണ്ടാമത്തേത് ഡിറ്റക്ഷൻ ഓഫ് ബ്ലഡ് പാരസൈറ്റ് സച്ച് ആസ് മലേറിയ, മൂന്നാമത്തേത് ഇവാലുവേഷൻ ഓഫ് RBC മോർഫോളജി, ലാസ്റ്റ് വൺ ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഡിറ്റക്ഷൻ. അപ്പൊ ഇതില് നമ്മൾ ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതാണ്? ലീഷ്മാൻ സ്റ്റെയിൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ആദ്യത്തെ 3 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. നമുക്ക് ലീഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ട് WBC കൗണ്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബ്ലഡ് പാരസൈറ്റ്സ് ആയിട്ടുള്ള മലേറിയനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, RBCയുടെ മോർഫോളജി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമുക്ക് ലീഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ട് ആസിഡ് ഫാസ്റ്റ് ബാസിലിയനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ആസിഡ് ഫാസ്റ്റ് ബാസിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ സീൽ നീൽസൺ സ്റ്റെയിൻ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആസിഡ് ഫാസ്റ്റ് ബാസിലിയനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ആപ്ലിക്കബിൾ അല്ലാത്തത് എന്താണ്? ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഡിറ്റക്ഷൻ. ആസിഡ് ഫാസ്റ്റ് ബാസിലെ നമ്മൾ ചെയ്യുന്നത് സീൽ നീൽസൺ സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെയിൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ലീഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇൻ എ ലീഷ്മാൻ സ്റ്റെയിൻഡ് പെരിഫറൽ ബ്ലഡ് സ്മിയർ ഇയോസിൻസ് ആർ ഐഡന്റിഫൈഡ് ബൈ. അപ്പൊ ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളെ ഇയോസിൻ അല്ല ഈസ്നോഫിൽസ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്തു, ലീഷ്മാൻ സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്തു, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൊണ്ട് നോക്കുമ്പോൾ ഈസ്നോഫിൽസ് എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ലാർജ് ഡാർക്ക് പർപ്പിൾ ഗ്രാനൂൾസ്, ബ്രൈറ്റ് ഓറഞ്ച് റെഡ് ഗ്രാനൂൾസ് വിത്ത് എ ബൈലോബ്ഡ് ന്യൂക്ലിയസ്, blue black granules obscuring the nucleus, large kidney shaped nucleus with gray cytoplasm. അപ്പൊ ഇതില് നമ്മൾ ഈസ്നോഫിൽ എന്ന് പറയുമ്പോൾ ഈസ്നോഫിലിന്റെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും, 2 ന്യൂക്ലിയസ് ആയിട്ടായിരിക്കും, സ്പെക്ടക്കിൾ ഷേപ്പിലായിരിക്കും അവരുടെ ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ലാർജ് ബ്രൈറ്റ് ഓറഞ്ച് റെഡ് ഗ്രാനൂൾസ് ആയിരിക്കും ആ ഒരു സൈറ്റോപ്ലാസത്തിൽ കാണുന്നത്. ഈസ്നോഫില് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്ത് കളറിലായിരിക്കും ഗ്രാനൂൾസ് കാണുന്നത്? ഓറഞ്ച് റെഡ് കളറിലായിട്ടായിരിക്കും ഗ്രാനൂൾസ് കാണുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈസ്നോഫിലിന്റെ അഡീഷണൽ പോയിന്റ്സ് പറയുവാണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് അലർജിക് റിയാക്ഷൻസിലൊക്കെ എന്ത് പറ്റും? പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കയറുമ്പോൾ ബ്ലഡ് കൗണ്ട് ഇൻക്രീസ് ആയിട്ട് കാണുമ്പോൾ ഈസ്നോഫിലിന്റെ കൗണ്ട് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് വരുന്നതെന്ന് വെച്ചാല് ഈസ്നോഫിലിന്റെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബൈലോബ്ഡ് ആയിരിക്കും, അതേപോലെ തന്നെ ബ്രൈറ്റ് ഓറഞ്ച് റെഡ് ഗ്രാനൂൾസ് ആണ് കാണുന്നത്. അടുത്ത ഓപ്ഷൻസ് ഡാർക്ക് പർപ്പിൾ കളർ ഗ്രാനൂൾസ് ഒക്കെ ബേസോഫിലായിരിക്കും കാണുന്നത്, അതേപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൂൾസ് ഒബ്സ്ക്യൂറിംഗ് ദി ന്യൂക്ലിയസിനെ കവർ ചെയ്ത് ഗ്രാനൂൾസ് കിടക്കുന്നതും ആരിലായിരിക്കും? ബേസോഫിലായിരിക്കും. ദെൻ കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് വരുന്നത് മോണോസൈറ്റിലാണ്. ഓക്കെ, അപ്പൊ ഇതില് ഈസ്നോഫിൽ ഓർത്തിരിക്കേണ്ടത്, ഈസ്നോഫിലിൽ ഗ്രാനൂൾസ് എങ്ങനെയായിരിക്കും? ഓറഞ്ച് കളർ ഗ്രാനൂൾസ് ആയിട്ടായിരിക്കും കാണുന്നത്. ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? ബൈലോബ്ഡ് അല്ലെങ്കിൽ സ്പെക്ടക്കിൾ ഷേപ്പ്, നമ്മൾ കണ്ണാടി പോലെ ഇരിക്കും, ആ ഒരു സ്പെക്ടക്കിൾസ് ഫോമിലായിട്ടായിരിക്കും ന്യൂക്ലിയസ് കാണുന്നത്. ഇനി നെക്സ്റ്റ്, വിച്ച് വൈറ്റ് ബ്ലഡ് സെൽ ഹാസ് എ മൾട്ടി-ലോബ്ഡ് ന്യൂക്ലിയസ് ഇൻ എ ലീഷ്മാൻ സ്റ്റെയിൻഡ് സ്മിയർ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മൾട്ടി-ലോബ്ഡ്, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതൽ ന്യൂക്ലിയസ് ലോബായി കിടക്കുന്നത് ഏത് സെല്ലിലാണ്? ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, ബേസോഫിൽ. അതില് നമുക്ക് ന്യൂട്രോഫിലാണ് 2 to 4 ലോബ്ഡ് ന്യൂക്ലിയസ് വരുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രോഫിലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ 2 to 4 ലോബ്ഡ് ആയിട്ടായിരിക്കും ന്യൂക്ലിയസ് വരുന്നത്. അവരുടെ ഗ്രാനൂൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെയിൽ പിങ്ക് കളറിലായിട്ടായിരിക്കും ഗ്രാനൂൾസ് വരുന്നത്, വളരെ തിൻ ആയിട്ടുള്ള ഗ്രാനൂൾസ് ആയിരിക്കും. ആ ഒരു ന്യൂട്രോഫിലിന്റെ ഗ്രാനൂൾസ് ഒരിക്കലും ആ ഒരു
എന്താണ് ന്യൂക്ലിയസിനെ കവർ ചെയ്തോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കാണാൻ പറ്റും, നല്ല വ്യക്തമായിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ കയറുവാണെങ്കിൽ നമ്മൾ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇൻക്രീസ്ഡ് ആയിട്ട് കാണിക്കുന്നതും ഏത് കൗണ്ട് ആയിരിക്കും, ന്യൂട്രോഫിലിന്റെ കൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ WBCയിൽ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് നമ്മൾ ഒരു പെർസെന്റേജ് കണക്കൊക്കെ എടുക്കുവാണെങ്കിൽ 14-70% കാണുന്ന ഒരു സെൽ എന്ന് വെച്ചാൽ ന്യൂട്രോഫിൽ ആണ്. അപ്പൊ മൾട്ടി ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണുന്ന സെൽ എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിൽ ആണ് വരുന്നത്. ന്യൂട്രോഫിലിന്റെ ഗ്രാനൂൾസ് എന്ന് പറയുമ്പോൾ പെയിൽ പിങ്ക് കളർ ഗ്രാനൂൾസിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, ന്യൂക്ലിയസിൽ ഗ്രാനൂൾസ് കാണുന്നത്, സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഗ്രാനൂൾസ്. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ കൂടുതലായിട്ടും ഇൻക്രീസ് ആയി കാണുന്ന ആ ഒരു ബ്ലഡ് കൗണ്ട് എന്തായിരിക്കും, ന്യൂട്രോഫിൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഈസ് ദി ലാർജസ്റ്റ് നോർമൽ ലുക്കോസൈറ്റ് സീൻ ഇൻ എ ലീഷ്മാൻ സ്റ്റെയിൻഡ് പെരിഫറൽ ബ്ലഡ് സ്മിയർ? ഈ ഓപ്ഷൻസിൽ ഏത് ലുക്കോസൈറ്റ് ആണ് ലാർജസ്റ്റ് ആയിട്ട് സൈസ് വളരെ കൂടുതലായിട്ട് കാണുന്നത്, കമ്പയറിംഗ്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ന്യൂട്രോഫില്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ബേസോഫില. അപ്പോഴ് നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ ലാർജസ്റ്റ് സെൽ എന്ന് അറിയപ്പെടുന്നത് ആരാണ്, മോണോസൈറ്റ് ആണ്. മോണോസൈറ്റിന് ഏകദേശം സൈസ് വരുന്നതെന്ന് വെച്ചാൽ 15-20 മൈക്രോമീറ്റർ ആണ് സൈസ് വേരിയേഷൻ വരുന്നത്. പിന്നെ അവരുടെ ആ ഒരു സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് കിഡ്നി ഷേപ്പ് പോലായിട്ടായിരിക്കും, ന്യൂക്ലിയസ് വരുന്നത്. ദെൻ അവരുടെ സൈറ്റോപ്ലാസം എന്തായിരിക്കും, ഗ്രേ ബ്ലൂ കളർ സൈറ്റോപ്ലാസം ആയിരിക്കും വരുന്നത്. അപ്പൊ മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ സൈസ് ഏകദേശം വരുന്നത് എപ്പോഴാണ്, 15-20 മൈക്രോമീറ്റർ ആണ്. ദെൻ അവരുടെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. ദെൻ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ ഗ്രേ ബ്ലൂ കളറിലായിട്ടായിരിക്കും സൈറ്റോപ്ലാസം വരുന്നത്. പിന്നെ ഇവരുടെ ഫൈൻ ആയിട്ടുള്ള ഒരു ഗ്രാനൂൾസ് ആയിരിക്കും, ചെറിയ രീതിയിലായിരിക്കും ഗ്രാനൂൾസ് ഉണ്ടാവുന്നത്. പിന്നെ ന്യൂട്രോഫിൽസ് ഒക്കെ ആണെങ്കിൽ മോണോസൈറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോളർ ആയിരിക്കും. ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, പിന്നെ അതേപോലെ തന്നെ ബേസോഫിൽസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വേരിയേഷനിൽ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ലാർജർ ആയിട്ട് വരുന്നത് നമ്മളുടെ മോണോസൈറ്റ് ആണ് ലാർജർ ഇതായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ലുക്കോസൈറ്റ് കണ്ടെയ്ൻസ് ഡാർക്ക് ബ്ലൂ ടു ബ്ലാക്ക് ഗ്രാനൂൾസ് ദാറ്റ് മേ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഒബ്സ്ക്യൂർ ദി ന്യൂക്ലിയസ്? ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കിടക്കുന്ന ഗ്രാനൂൾസ്, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാനൂൾസ് ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കിടക്കുന്നത് ഏത് സെൽസ് ആണ്? നമുക്ക് ന്യൂക്ലിയസിനെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റാതെ കിടക്കുന്ന സെൽ എന്ന് പറയുമ്പോൾ ബേസോഫിൽ ആണ്. പിന്നെ ബേസോഫില് ലെസ് കോമൺ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരു പെർസെന്റേജ് കണക്കൊക്കെ പറയുവാണെങ്കിൽ 0-1% ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ബേസോഫിലിന്റെ ആ ഒരു പെർസെന്റേജ് കണക്ക് വരുന്നത്. ബേസോഫിലിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എസ് ഷേപ്പ് ആയിരിക്കും, നമ്മളെ ആൽഫബറ്റ് എസ് ഷേപ്പിലായിരിക്കും എന്ത് കാണുന്നത്, നമ്മളെ ബേസോഫിലിന്റെ ന്യൂക്ലിയസ് കാണുന്നത്. പക്ഷെ അത് നമുക്ക് എന്താണ് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ടായിരിക്കും ബ്ലാക്ക് ഗ്രാനൂൾസ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഗ്രാനൂൾസ് കവർ ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. നെക്സ്റ്റ്, ഇനി നമ്മളെ കൗണ്ടിങ് ചേംബേഴ്സ് ആണ്. ബ്ലഡ് കൗണ്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ കൗണ്ടിങ് യൂസ് ചെയ്യുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കൗണ്ടിങ് ചേംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. മാനുവൽ ബ്ലഡ് കൗണ്ടിങ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓട്ടോമേറ്റഡ് ആണല്ല, മെഷീനിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലെ. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് കൗണ്ടിങ് ചേംബർ വെച്ചിട്ടായിരുന്നു നമ്മൾ ബ്ലഡ് കൗണ്ട്സ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് കൗണ്ടിങ് ചേംബേഴ്സ് ആണ്. അപ്പൊ പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൗണ്ടിങ് ചേംബേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ബ്ലഡ് കൗണ്ട്സ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഓട്ടോമേഷൻ വന്നതും ഇൻസ്ട്രുമെന്റ്സ് വന്ന് അഡ്വാൻസ്ഡ് ആയതും ഒക്കെ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടിങ് ചേംബർ ഏതാണ്? ഓക്കെ, നമുക്ക് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോസന്താൽ ചേംബർ, ന്യൂബാർ കൗണ്ടിങ് ചേംബർ, പെട്രോഫ് ഹൗസർ ചേംബർ, MC മാസ്റ്റർ ചേംബർ. ഇതിൽ നമ്മള്
മാനുവൽ കൗണ്ടിങ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ RBC, WBC, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള ബ്ലഡ് സെൽസ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂബാർ കൗണ്ടിങ് ചേംബർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻസിൽ തന്നേക്കുന്നത് ഫച്ച് റോസന്താൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് CSF സാമ്പിളിലുള്ള സെൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. CSF സാമ്പിളിന്റെ അകത്തുള്ള സെൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫച്ച് റോസന്താൽ കൗണ്ടിങ് ചേംബർ ആണ്. നെക്സ്റ്റ് പെട്രോഫ് ഹൗസർ. പെട്രോഫ് ഹൗസർ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ടീരിയ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്തിരുന്നത്. പെട്രോഫ് ഹൗസർ ചേംബർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ദെൻ MC മാസ്റ്റർ. MC മാസ്റ്റർ ചേംബർ എന്ന് വെച്ചാൽ നമ്മൾ പാരസൈറ്റ്സിന്റെ എഗ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുമ്പോൾ വെറ്റിനറി ലബോറട്ടറീസ്, ആനിമൽസിന്റെ ലബോറട്ടറീസ് ഉണ്ടല്ലോ, വെറ്റിനറി ലബോറട്ടറീസിൽ നമ്മൾ പാരസൈറ്റ്സിന്റെ എഗിന്റെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തിരുന്നത്? MC മാസ്റ്റർ കൗണ്ടിങ് ചേംബർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മളുടെ ബ്ലഡ് കൗണ്ടിങ് ഒക്കെ നമ്മൾ ചെയ്യുന്ന കൗണ്ടിങ് ചേംബർ എന്ന് പറയുന്നത് ന്യൂബാർ കൗണ്ടിങ് ചേംബർ ആണ്. നെക്സ്റ്റ് നമ്മളുടെ ന്യൂബാർ കൗണ്ടിങ് ചേംബറിന്റെ ഡെപ്ത്, നമ്മൾ ഈ കൗണ്ടിങ് ചേംബറിൽ നമ്മൾ എന്താണ് സ്പെസിമെൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര എമൗണ്ടിലാണ് ആ ഒരു ഡെപ്തിലേക്ക് ഇറങ്ങുന്നത്, നമ്മുടെ സാമ്പിള് എത്ര ഡെപ്തിലാണ് ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 0.01 mm, then 0.1 mm, 1 mm, നെക്സ്റ്റ് 10 mm. നമ്മള് കൗണ്ടിങ് ചേംബർ, ന്യൂബാർ കൗണ്ടിങ് ചേംബറിന്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ 0.1 mm ആണ്. 0.1 mm നമ്മളുടെ എന്താണ് സാമ്പിൾ നമ്മൾ അതിൽ ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 0.1 mm എന്ത് ചെയ്യുന്നത് സാമ്പിൾ ലോഡായി ചെല്ലുന്നത്. എന്ന് വെച്ചാൽ കൗണ്ടിങ് ചേംബറിന്റെ മേളിൽ ഒരു കവർ സ്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ അതിന്റെ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കൗണ്ടിങ് ചേംബർ ചാർജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്താണ് 0.1 mm ആണ് ഡെപ്ത് വരുന്നത്. നെക്സ്റ്റ്, ബിഫോർ ചാർജിങ് എ ന്യൂബാർ ചേംബർ ദ ഡയലൂട്ടഡ് ബ്ലഡ് സാമ്പിൾ ഷുഡ് ബി. നമ്മൾ ചാർജ് ചെയ്യുന്ന തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് നമ്മുടെ ബ്ലഡ് സാമ്പിളിൽ ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഹീറ്റഡ്, സെൻട്രിഫ്യൂസ്ഡ്, മിക്സ്ഡ് തറോലി, ദെൻ ഫിൽറ്റർഡ്. ഇപ്പോഴേ നമ്മൾ ഒരിക്കലും ഹീറ്റ് ചെയ്യത്തില്ല. ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളുടെ സെൽസ് ഡാമേജ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെൽസ് എന്ത് പറ്റും? സെപ്പറേറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. നമുക്ക് എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ദെൻ മിക്സ്ഡ് തറോലി ചെയ്യുമ്പോൾ നമ്മളുടെ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും ബ്ലഡും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ല രീതിയിൽ കൗണ്ടിങ് ആയിട്ട് വരുള്ളൂ, കൗണ്ടിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഫിൽറ്റേർഡിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. സാമ്പിൾ എടുത്ത് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതില് ഓപ്ഷൻസിൽ വരുമ്പോൾ എന്തായിരിക്കും? മിക്സ്ഡ് തറോലി. നമ്മൾ ഒരു കൗണ്ടിങ് ചേംബർ ചാർജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിളും ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണം ആ ഒരു കൗണ്ടിങ് ചേംബറിലേക്ക് സാമ്പിൾ ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ്, which rule is followed to avoid counting the same cell twice in a ന്യൂബാർ ചേംബർ? അപ്പൊ നമ്മള് ഒരു സെല്ല് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യരുത്. കൗണ്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലാബ് റിസൾട്ടിൽ വേരിയേഷൻ വരും, ഇൻകറക്റ്റ് ആയിട്ട് വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ കൗണ്ട് ഓൾ 4 ബൗണ്ടറി ലൈൻസ്, കൗണ്ട് ഓൺലി ദി സെന്റർ സ്ക്വയർ, കൗണ്ട് cells touching the top and left boundary lines but not the bottom and right boundaries, count only the cells completely inside the square. ഇപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് വരരുത്? ചോയ്സ് ആവരുത്. ഒരു സെല്ല് തന്നെ നമുക്ക് ഒരിക്കലും വീണ്ടും എന്ത് ചെയ്യരുത്? കൗണ്ട് ചെയ്യരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടിങ് ട്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ, മേൽഭാഗത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ടോപ്പ് പോർഷനിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? നമ്മൾ കൗണ്ടിങ് ചേംബറിൽ ലെഫ്റ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് മീൻസ് മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ, കൗണ്ടിങ് ചേംബർ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ബൗണ്ടറി ലൈൻസിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ്, ടോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? ബോട്ടമിൽ നിന്ന്
റൈറ്റിലേക്ക് പോകത്തില്ല. താഴേന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് പോകത്തില്ല, താഴേന്ന് റൈറ്റിലേക്ക് പോയി അങ്ങനെ പോകത്തില്ല. നമ്മൾ ബ്ലഡ് സെൽസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ടോപ്പ് ടു ലെഫ്റ്റ് ബൗണ്ടറി ലൈൻസിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ട് ചെയ്ത് പോകുന്നത്. സെൽസ് ടച്ചിങ് ദി ടോപ്പ് ആൻഡ് ലെഫ്റ്റ് ബൗണ്ടറീസ്. അപ്പൊ ഓർത്തിരിക്കേണ്ടത് നമ്മൾ എന്താണ് കൗണ്ട് ചെയ്യുന്നത്? ടോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. ഒരിക്കലും നമ്മൾ ബോട്ടത്തിൽ നിന്ന് റൈറ്റിലേക്ക് പോവില്ല. ടോപ്പ് ടു ലെഫ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ട് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ കോസ് ആൻഡ് ഇൻകറക്റ്റ് സെൽ കൗണ്ട് ഇൻ എ ന്യൂബാർ ചേംബർ? നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് സെൽ കൗണ്ട് ഇതിലെ ഏത് ഓപ്ഷനിലാണ് നമുക്ക് വരുന്നത് ഇൻകറക്റ്റ് സെൽ കൗണ്ട് വരുന്നത്? ഒന്നാമത്തേത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെൽസ്, പ്രോപ്പർ ചാർജിംഗ് വിത്തൗട്ട് എയർ ബബിൾസ്, presence of air bubbles or overfilling the chamber, using a clean cover slip. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ സെൽ കിടക്കുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൗണ്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ യൂസിങ് നല്ല ക്ലീൻ ആയിട്ടുള്ള കവർ സ്ലിപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് സെൽ കൗണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ എയർ ബബിൾസോ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടിങ് ചേംബർ ചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓവർഫിൽ ചെയ്ത് അതിന്റെ മേളിലേക്ക് വരികയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇൻകറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ എയർ ബബിൾസ് ചെറിയ എയർ ബബിൾസ് ആയിരിക്കും, അത് നമ്മൾ സെല്ലായിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്ത് എഴുതും. അപ്പൊ അത് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കൗണ്ടിങ് ചേംബർ ചാർജ് ചെയ്യുമ്പോൾ ഒരിക്കലും എയർ ബബിൾസ് വരരുത്. എയർ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൗണ്ട് ചെയ്യരുത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ചാർജ് ചെയ്യണം. വീണ്ടും ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് സെൽ കൗണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, വിച്ച് കൗണ്ടിങ് ചേംബർ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കൗണ്ടിങ് CSF സെൽസ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ സെൽസ് നമ്മൾ എങ്ങനെയാണ്, ഏത് കൗണ്ടിങ് ചേംബറിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കൗണ്ടിങ് ചേംബർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് റോസെന്താൽ കൗണ്ടിങ് ചേംബർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. CSF സെൽസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് റോസെന്താൽ കൗണ്ടിങ് ചേംബർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അടുത്തെന്ന് പറയുമ്പോൾ വിച്ച് കൗണ്ടിങ് ചേംബർ ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ കൗണ്ടിങ് ബാക്ടീരിയ ആൻഡ് വെരി സ്മോൾ സെൽസ്? വെരി സ്മോൾ സെൽസിനും ബാക്ടീരിയക്കും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കൗണ്ടിങ് ചേംബർ ആണ്? നമ്മൾ പെട്രോഫ് ഹൗസർ ചേംബർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ബാക്ടീരിയ, ഈസ്റ്റ്, സ്മോൾ സെൽസിനൊക്കെ വേണ്ടിയിട്ട് മൈക്രോബയോളജി ലബോറട്ടറീസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പെട്രോഫ് ഹൗസർ ചേംബർ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെച്ചിട്ട് നമ്മൾ സെൽസ് കൗണ്ട് ചെയ്യുന്നത്. മൈക്രോബയോളജി ലാബിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബാക്ടീരിയയും വെരി സ്മോൾ സെൽസിനും വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കൗണ്ടിങ് ചേംബർ എന്ന് പറയുമ്പോൾ പെട്രോഫ് ഹൗസർ ചേംബർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കൗണ്ടിങ് ചേംബർ? ഇതിൽ കൗണ്ടിങ് ചേംബർ അല്ലാത്തത് ഏതാണ്? ഓഡ് വൺ ഏതാന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഇംപ്രൂവ്ഡ് ന്യൂബാർ ചേംബർ, ഫസ്റ്റ് റോസെന്താൽ ചേംബർ, MC മാസ്റ്റർ ചേംബർ, നെക്സ്റ്റ് വിൻഡ്രോപ്സ് ട്യൂബ്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്തോ? വിൻഡ്രോപ്സ് ട്യൂബ് ആണ് അല്ലെ? അപ്പൊ ഇതിൽ ഓഡ് വൺ എന്ന് പറയുമ്പോൾ വിൻഡ്രോപ്സ് ട്യൂബ് ആണ്. വിൻഡ്രോപ്സ് ട്യൂബ് നമ്മൾ ഒരിക്കലും കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ അത് യൂസ് ചെയ്യുന്നത് പാക്ഡ് സെൽ വോളിയം PCV നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ESR നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിൻഡ്രോപ്സ് ട്യൂബിൽ പണ്ട് ചെയ്തിരുന്നതാണ്. വിൻഡ്രോപ്സ് ട്യൂബിൽ നമ്മൾ ESR നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് വിൻഡ്രോപ്സ് ട്യൂബ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? PCVക്കും അതേപോലെ തന്നെ ESRനും വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും നമ്മൾ സെൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് വിൻഡ്രോപ്സ് ട്യൂബ് യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ്. ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഏത് സെല്ലിന്റെ നമ്പറിനെയാണ് പറയുന്നത്? TLC ഏതിനാണ് പറയുന്നത്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് റെഡ് ബ്ലഡ് സെൽസ് ഇൻ 1 microliter ഓഫ് ബ്ലഡ്, വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ 1 microliter ഓഫ് ബ്ലഡ്, പ്ലേറ്റ്ലെറ്റ് ഇൻ 1 ml ഓഫ് ബ്ലഡ്,
ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഇൻ ബ്ലഡ്. അപ്പൊ നമുക്കറിയാം ലൂക്കോസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ WBCനെ പറയുന്ന വേറൊരു പേരാണ് ലൂക്കോസൈറ്റ്. അപ്പം നമ്മള് എന്താണ്, ബ്ലഡിലെ 1 മൈക്രോലിറ്റർ ബ്ലഡിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ ടോട്ടൽ ലൂക്കോസൈറ്റിന്റെ നോർമൽ വാല്യൂ പറയുവാണെങ്കിൽ എന്താണ്, 4000 to 11,000 ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ റേഞ്ച് പറയുന്നത്. ഇപ്പൊ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 4000 to 11,000 സെൽസ് പെർ മൈക്രോലിറ്റർ ആണ് നമ്മുടെ ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ടിൻ്റെത് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ മാനുവൽ ടോട്ടൽ RBC കൗണ്ട് ദ ബ്ലഡ് ഈസ് യൂഷ്വലി ഡയലൂട്ടഡ് യൂസിങ്. അപ്പൊ ഇതില് നമ്മുടെ RBC കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ടർക്സ് ഫ്ലൂയിഡ്, ഹെയിംസ് ഫ്ലൂയിഡ്, ലീഷ്മാൻ സ്റ്റെയിൻ, ഡ്രാപ്സ്കിങ് റിയേജന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷനില് നമ്മളുടെ ടർക്സ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരുടെ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആണെന്ന് അറിയാമോ, നമ്മളുടെ WBCയുടെ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ് ടർക്സ് ഫ്ലൂയിഡ്. ദെൻ ഹെയിംസ് ഫ്ലൂയിഡ് ആണ് RBC കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീഷ്മാൻ സ്റ്റെയിൻ നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി, ബ്ലഡ് സ്മിയേഴ്സിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. ദെൻ ഡാർക്സ്കിൻ റിയേജൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, സൈൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡാർക്സ്കിൻ റിയേജൻ. ഇതില് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ RBCയുടെ കൗണ്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഹെയിംസ് ഫ്ലൂയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടർക്സ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ WBCക്ക് യൂസ് ചെയ്യുന്നതും, പിന്നെ അതേപോലെ തന്നെ ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് സ്മിയർ സ്റ്റെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഡാർക്സ്കിൻസ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ടോട്ടൽ WBC കൗണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ടോട്ടൽ WBC കൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്. അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഹെയിംസ് ഫ്ലൂയിഡ് എന്താണ്, RBCയുടെ ആണ്. ഓക്കെ, അപ്പൊ ടർക്സ് ഫ്ലൂയിഡ് ആണ് എന്ത്, നമ്മള് WBC കൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ സെലൈനും പിന്നെ എന്താണ് സോഡിയം സിട്രേറ്റ്. നോർമൽ സെലൈനൊക്കെ നമ്മൾ ഒരിക്കലും എന്താണ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യത്തില്ല, നമ്മളുടെ സെറം ഒക്കെ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമൽ സെലൈൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സോഡിയം സിട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആന്റി കോയാഗുലന്റ് ആണ്. കോയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി കോയാഗുലന്റ് ആണ് എന്ത്, സോഡിയം സിട്രേറ്റ്. അപ്പൊ ഇതില് നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന എന്താണ്, ടർക്സ് ഫ്ലൂയിഡ് ആണ് നമ്മളെ WBC കൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ഇംപ്രൂവ്ഡ് നൂബാർ ചേംബർ ടോട്ടൽ WBC കൗണ്ട് ഈസ് യൂഷ്വലി പെർഫോംഡ് ഇൻ. ഇപ്പൊ നമ്മള് ന്യൂബാർ കൗണ്ടിങ് ചേംബറിൽ നമ്മളെ WBC കൗണ്ട് ചെയ്യുന്ന ഏരിയ ഏതാണെന്നാണ്. അപ്പൊ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ദ സെൻട്രൽ ലാർജ് സ്ക്വയർ, ദി 4 കോർണർ ലാർജ് സ്ക്വയേഴ്സ്, ദി എൻഡിയർ ചേംബർ, 1 കോർണർ സ്ക്വയർ ഓൺലി. ഇതില് നമ്മൾ WBC കൗണ്ട് ചെയ്യുന്നത് കോർണറിലുള്ള 4 സ്ക്വയേഴ്സിലാണ്. 4 കോർണർ ലാർജ് സ്ക്വയേഴ്സ്. ഇപ്പൊ കൗണ്ടിങ് ചേംബറിൽ അറ്റത്ത് കിടക്കുന്ന 4 കോർണർ സ്ക്വയേഴ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, WBC കൗണ്ട് ചെയ്യുന്നത്. RBC ആണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എന്തായിരിക്കും, സെൻട്രൽ സ്ക്വയറിലായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ RBC ആണെങ്കിൽ സെൻട്രൽ സ്ക്വയറിലായിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. WBC ആണെങ്കിൽ എങ്ങനെയായിരിക്കും, 4 കോർണർ സ്ക്വയേഴ്സിലായിരിക്കും കൗണ്ടിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ലീഡ് ടു ആൻ ഇൻകറക്റ്റ് ടോട്ടൽ സെൽ കൗണ്ട്. ഇൻകറക്റ്റ് ആയിട്ട് ടോട്ടൽ സെൽ കൗണ്ട് വരുന്നതിന്റെ റീസൺ എന്താണ്, ഈ തന്നിരിക്കുന്ന ഫോളോയിങ് റീസൺസിൽ. ഒന്നാമത്തേത് പ്രോപ്പർ മിക്സിംഗ് ഓഫ് ദി ഡയലൂട്ടഡ് സാമ്പിൾ. 2, കറക്റ്റ് ചാർജിങ് ഓഫ് ദി ചേംബർ. 3, presence of air bubbles in the chamber allowing the cells to settle before counting.
ഓക്കെ, അപ്പൊ ഈ ഒരു 4 ഓപ്ഷൻസിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് എയർ ബബിൾസ്, ചേംബറിൽ എയർ ബബിൾസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് ടോട്ടൽ സെൽ കൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. കൗണ്ട് ചെയ്യാൻ ടൈമിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആക്സിഡന്റ് അത് സെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒത്തിരി ഉണ്ടെങ്കിൽ സെൽ കൗണ്ടിങ് പ്രോപ്പർ ആയിട്ട് ചെയ്യാനും പറ്റില്ല, സെൽസ് കാണാനും പറ്റില്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് എയർ ബബിൾസ് ചേംബറിൽ പ്രസന്റ് ആവുമ്പോൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ നോർമൽ ടോട്ടൽ ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBC കൗണ്ട് ഇൻ അഡൽട്ട്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അഡൽട്ടില് നമ്മൾ നോർമൽ WBC കൗണ്ട് ഏതാണ്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? 1000 to 3000 per microliter, 4000 to 11,000 per microliter, 12,000 to 20,000 per microliter, 20,000 to 30 per microliter. അപ്പൊ ഇതില് നമ്മള് WBCയുടെ നോർമൽ റേഞ്ച് പറയുമ്പോൾ, അഡൽട്സിൽ നോർമൽ റേഞ്ച് പറയുമ്പോൾ 4,000 to 11,000 ആണ് നമ്മളെ നോർമൽ റേഞ്ച് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ വരുമ്പോൾ, കുറയുന്ന കണ്ടീഷൻ, ലെസ് ദാൻ 11,000, സോറി ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ 11,000 വരുമ്പോൾ കൂടുന്ന കണ്ടീഷൻ, 11,000 കാട്ടി കൂടുന്ന കണ്ടീഷനെ നമ്മൾ ലൂക്കോസൈറ്റോസിസ് എന്ന് പറയും. ലൂക്കോസൈറ്റോസിസ് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ കേസസിൽ, ഇൻഫ്ലമേഷൻ അങ്ങനെയുള്ള കേസസിലൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, WBCയുടെ ടോട്ടൽ കൗണ്ട് കൂടുന്ന കണ്ടീഷൻ, ഗ്രേറ്റർ ദാൻ 11,000 മേളിൽ കയറുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ലൂക്കോസൈറ്റോസിസ്. അതൊന്ന് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോഴായിരിക്കും. ഇൻഫ്ലമേഷൻ മീൻസ് ഇൻഫെക്ഷൻസ്. ഇനി 4,000 കാട്ടി കുറയുന്ന കണ്ടീഷൻ, കുറഞ്ഞു വരുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് വൈറൽ ഇൻഫെക്ഷൻ, വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ, പിന്നെ റേഡിയേഷൻ തെറാപ്പി എടുക്കുമ്പോഴൊക്കെ നമ്മളുടെ ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് അവിടെ എന്ത് പറ്റും, കുറയും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂക്കോപീനിയ എന്ന് പറയുന്നത്. ഇൻക്രീസ് ആവുന്ന കണ്ടീഷനെ ലൂക്കോസൈറ്റോസിസ് എന്നും കുറയുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് പറയും, ലൂക്കോപീനിയ എന്നും പറയും. അപ്പൊ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 4,000 to 11,000 ആണ് നമ്മളെ WBCയുടെ നോർമൽ റേഞ്ച് പറയുന്നത്, വാല്യൂ പറയുന്നത്. ഇനി ഈ തന്നിരിക്കുന്ന കോമ്പിനേഷനിൽ നോർമൽ വാല്യൂസ് ഇതിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ RBC എത്രയാണ്, 4.5 to 6 millions per microliter. Then WBC 4,000 to 11,000 per microliter. Platelet 1,50,000 to 4,50,000 per microliter. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ RBC 1 to 2 million per microliter. Then WBC 20,000 to 30,000 per microliter. Platelet 50,000 to 1 lakh per microliter. മൂന്നാമത്തെ ഓപ്ഷൻ RBC 8 to 10 million per microliter. WBC 500 to 1,000 per microliter. Platelet 6 lakh to 8 lakh per microliter. Last option D option RBC 3 to 4 millions per microliter. WBC 15,000 to 20,000 per microliter. Platelet 50,000 to 80,000 per microliter. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഇപ്പൊ നമ്മളുടെ RBCയുടെ നോർമൽ റേഞ്ച് എന്നൊക്കെ പറയുന്നത് 4.5 to 6 million per microliter ആണ്. ദെൻ നമ്മളെ WBC എന്ന് പറയുമ്പോൾ 4,000 to 11,000 per microliter. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുമ്പോൾ 1,50,000 to 4,50,000. അതാണ് നമ്മളെ നോർമൽ റേഞ്ച് പറയുന്നത്. സെൽസിന്റെ നോർമൽ റേഞ്ച് പറയുമ്പോൾ RBC 4.5 to 6 million എന്ന് പറയുമ്പോൾ 4,000 to 11,000 per microliter. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുമ്പോൾ 1,50,000 to 4,50,000 per microliter. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നോർമൽ RBC കൗണ്ട് ഇൻ ആൻ അഡൽട്ട് ഫീമെയിൽ. ഇപ്പൊ ജെൻഡർ വെച്ചിട്ട് നമ്മളുടെ ഫീമെയിലില് എത്രയാണ് നമ്മളുടെ RBC കാണിക്കുന്നത്? അപ്പൊ ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത് 2 to 3 million per microliter, 3.8 to 5.2 million per microliter, 5.8 to 7 million per microliter,
7.5 to 9 million per microliter. അപ്പൊ ഫീമെയിലിന്റെ കേസസിൽ വരുന്നതെന്ന് പറയുമ്പോൾ 3.8 to 5.2 million per microliter ആണ് നമുക്ക് ഫീമെയിലിന്റെ കേസസിൽ വരുന്നത്. ഇനി നമ്മുടെ RBC കൗണ്ട് കുറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അനീമിയ എന്ന് പറയും. അനീമിക് ആവുമ്പോഴാണ് നമ്മുടെ RBC കൗണ്ട് എന്ത് പറ്റുന്നത്, കുറയുന്നത്. പിന്നെ RBC കൗണ്ട് കൂടുന്ന കണ്ടീഷനെ നമ്മൾ പറയും പോളിസൈറ്റീമിയ. പോളിസൈറ്റീമിയ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ആവുമ്പോൾ, ഡീഹൈഡ്രേറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ RBCയുടെ കൗണ്ട് കൂടും. അപ്പൊ ലോ ആവുന്ന കണ്ടീഷനെ നമ്മൾ അനീമിക് എന്നും പറയും. ഹൈ RBC കൗണ്ടിനെ നമ്മൾ എന്ത് പറയും, പോളിസൈറ്റീമിക് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയും. അപ്പൊ നോർമൽ റേഞ്ച്, ഫീമെയിലിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ 3.8 to 5.2 million per microliter ആണ്. നെക്സ്റ്റ് ഇനി അഡൽട്ട് മെയിലിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഓപ്ഷൻസിൽ 2.5 to 3.5 million per microliter, 4.5 to 6 million per microliter, 6.5 to 8 million per microliter, 8.5 to 10 million per microliter. അപ്പൊ മെയിലിന്റെ കേസസിൽ നമ്മൾ വരുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 4.5 to 6 million per microliter. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ലോ വരുമ്പോൾ അനീമിക്കും, ഹൈ ബ്ലഡ് കൗണ്ട് വരുമ്പോൾ, ഹൈ RBC കൗണ്ട് വരുമ്പോൾ പോളിസൈറ്റീമിയ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ആ ഒരു കണ്ടീഷൻ തന്നെയാണ് മെയിൽസിലും വരുന്നത്. വാല്യൂ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. വാല്യൂയിൽ എന്താണ്, മെയിൽസിൽ 4.5 to 6ഉം ഫീമെയിൽസിൽ 3.8 to 5.2 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അഡൽറ്റിലുള്ള നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ്, 1,50,000 to 4,50,000 per microliter. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ 1,50,000 to 4,50,000 അതാണ് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരുന്നത്. ദെൻ പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെ കയ്യിൽ ഒരു മുറിവോ കാര്യങ്ങളോ വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് വന്ന് ക്ലോട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്, പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് വന്ന് നമ്മുടെ ആ ഒരു മുറിവുള്ള ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് അവിടെ അസിസ്റ്റ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഇനി നമ്മളെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറയുവാണെങ്കിൽ ലെസ് ദാൻ 1,50,000 കാട്ടി കുറവാണ് നമുക്ക് വരുന്ന വാല്യൂ വരുന്നെങ്കിൽ നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയും. അത് നമുക്ക് വരുന്നത് ചിലപ്പോൾ ഡെങ്കു എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ബോൺ മാരോ ഡിസോർഡേഴ്സ്, ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് റിസ്ക്, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ എന്തായിരിക്കും, നമ്മളെ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന കണ്ടീഷൻ ആയിരിക്കും. ത്രോംബോസൈറ്റോപീനിയ എന്നായിരിക്കും ആ ഒരു കണ്ടീഷനെ പറയുന്ന പേര്. അടുത്തെന്ന് പറയുമ്പോൾ ത്രോംബോസൈറ്റോസിസ് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 4,50,000 കാട്ടി കൂടുതലാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് വാല്യൂ വരുന്നെങ്കിൽ ഒന്നേ നമുക്ക് അയൺ ഡെഫിഷ്യൻസി കാണും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുന്ന കേസസിലൊക്കെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ വാല്യൂ കൂടി കാണാൻ ചാൻസ് ഉണ്ട്, 4 lakhs കാട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോർമൽ റേഞ്ച് പറയുമ്പോൾ ഇതാണ് 1,50,000 to 4,50,000 ആണ് നമുക്ക് നോർമൽ റേഞ്ച് വരുന്നത്. ഇനി നെക്സ്റ്റ് റെക്ടിക്യുലോസൈറ്റ്. എന്താണ് റെക്ടിക്യുലോസൈറ്റ്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് എ മെച്യൂർ റെഡ് ബ്ലഡ് സെൽ, നെക്സ്റ്റ് ആൻ ഇംമെച്യൂർ റെഡ് ബ്ലഡ് സെൽ കണ്ടെയ്നിങ് റെസിഡ്യൂവൽ RNA, എ വൈറ്റ് ബ്ലഡ് സെൽ പ്രിക്കസർ, എ പ്ലേറ്റ്ലെറ്റ് പ്രിക്കസർ. അപ്പൊ നമ്മളെ റെക്ടിക്യുലോസൈറ്റ് എന്ന് പറയുമ്പോൾ ഇംമെച്യൂർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിനെയാണ്. അതിൽ എന്തുണ്ടായിരിക്കും, RNA കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു എന്താണ് നമ്മളുടെ ഒരു മെച്യൂർ RBCക്ക് തൊട്ട് മുമ്പായിട്ട് വരുന്ന സ്റ്റേജ് ആണ് എന്ത്, റെക്ടിക്യുലോസൈറ്റ് എന്ന് പറയുന്നത്. ഈ റെക്ടിക്യുലോസൈറ്റ് ആയിട്ട് 1 to 2 days കഴിയുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, മെച്യൂർ RBC ആയിട്ട് മാറുന്നത്. ഓക്കെ, റെക്ടിക്യുലോസൈറ്റില് എന്താണ് RNA റെസിഡ്യൂൽസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇംമെച്യൂർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസും ആണ്, അതേപോലെ തന്നെ RNA റെസിഡ്യൂൽസ് അവിടെ പ്രസന്റ് ആയിരിക്കും. പിന്നെന്താണ് 1 to 2 days കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മളുടെ റെക്ടിക്യുലോസൈറ്റ് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ RBC ആയിട്ട്, മെച്യൂർ RBC ആയിട്ട് മാറുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് വരുന്ന സ്റ്റേജ് ആണ്.
റെഡ് ബ്ലഡ് സെൽസിന് തൊട്ട് മുമ്പ് വരുന്ന സ്റ്റേജ് ആണ് എന്ത്, റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത, വിച്ച് സ്റ്റെയിൻ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിങ്. റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ഓപ്ഷൻസ് ആയിട്ട് ലീഷ്മാൻ സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ, ന്യൂ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ, ബ്രാക്കറ്റില് സുപ്രാ വൈറ്റൽ സ്റ്റെയിൻ, നെക്സ്റ്റ് സീൽ നീൽസൺ സ്റ്റെയിൻ. അപ്പൊ നമ്മള് റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സുപ്രാ വൈറ്റൽ സ്റ്റെയിൻ ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ മെത്തിലിൻ ബ്ലൂ ആണ് റെറ്റിക്കുലോസൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് സ്റ്റെയിൻ ആണ് നമ്മൾ റെറ്റിക്കുലോസൈറ്റിസ് കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂ മെത്തിലിൻ ബ്ലൂ. ദെൻ നമുക്കൊരു ഓപ്ഷനും കൂടി കാണും, സുപ്രാ വൈറ്റൽ സ്റ്റെയിൻ എന്ന് ചോദിച്ചാലും സുപ്രാ വൈറ്റൽ സ്റ്റെയിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെറ്റിക്കുലോസൈറ്റിന്റെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ രണ്ട് സ്റ്റെയിൻസ് ഉണ്ട്, ന്യൂ മെത്തിലിൻ ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ. രണ്ട് സ്റ്റെയിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെറ്റിക്കുലോസൈറ്റിനെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നോർമൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. നമ്മുടെ അഡൽട്ടില് നോർമൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എത്രയാണ്? അത് നമ്മൾ പെർസെന്റേജ് കണക്കിലാണ് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 0 to 0.5%, നെക്സ്റ്റ് 0.5 to 2.5%, 5 to 10%, 10 to 15%. ഇതിൽ നമ്മളുടെ നോർമൽ പെർസെന്റേജ് കണക്കെന്ന് പറയുമ്പോൾ 0.5 to 2.5% ആണ് നോർമൽ റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് വരുന്നത്. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ കൂടുതലായിട്ട് RBCസിന്റെ പ്രൊഡക്ഷൻ കൂടുന്ന കണ്ടീഷനിലായിരിക്കും എന്തുണ്ടാവുന്നത്, റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കൂടുന്നതായിട്ട് വരുന്നത്. കുറയുവാണെങ്കിൽ, റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കുറഞ്ഞ ആ ഒരു പെർസെന്റേജിനെക്കാട്ടി കുറഞ്ഞു കാണുവാണെങ്കിൽ നമ്മുടെ ബോൺ മാരോ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണും. ബോൺ മാരോ പ്രോപ്പർ ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ആ ഒരു സെൽസിന്റെ ആ ഒരു ഫോർമേഷൻ അവിടെ കുറയുമ്പോൾ നമ്മളുടെ എന്ത് കുറയും, റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, ആൻ ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് യൂഷ്വലി ഇൻഡിക്കേറ്റ്സ്. എന്തുകൊണ്ടിട്ടാണ് ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കാണിക്കുന്നത്? അപ്പൊ ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഡിക്രീസ്ഡ് ബോൺ മാരോ ആക്ടിവിറ്റി, increased bone marrow response to RBC loss or destruction, iron overload only, then platelet destruction. നമുക്ക് ഇൻക്രീസ്ഡ് കൗണ്ട് വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഒന്നേ നമ്മളുടെ ബോൺ മാരോ RBCയുടെ ലോസിനോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷന്റെ ബേസിസിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. റെറ്റിക്കുലോസൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യും, ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് എന്തായിട്ട് മാറത്തില്ല, RBC ആയിട്ട് മാറത്തില്ല. അവിടെ RBC ആവുമ്പോൾ അത് RBC ലോസ് ആയി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിന്റെ ബേസിസിൽ ഇങ്ങനെ ബോൺ മാരോ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ബേസിസിലായിരിക്കും നമ്മൾ കൗണ്ടിങ് ചെക്ക് ചെയ്യുമ്പോൾ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുതലായിട്ട് കാണുന്നത്. ഒന്നേ നമ്മുടെ ബ്ലഡ് ലോസ് ആവുന്ന കണ്ടീഷൻ, അതേപോലെ തന്നെ ഹീമോലൈറ്റിക് അനീമിയ, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ എന്ത് സംഭവിക്കാറുണ്ട്, റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഷോ ആൻ ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. ഇതിൽ ഏത് കണ്ടീഷനിലാണ് ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കാണിക്കുന്നത്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ എപ്ലാസ്റ്റിക് അനീമിയ, അക്യൂട്ട് ബ്ലഡ് ലോസ്, ബോൺ മാരോ ഫെയിലിയർ, കീമോതെറാപ്പി ഇൻഡ്യൂസ് മാരോ സപ്രഷൻ. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് അക്യൂട്ട് ബ്ലഡ് ലോസ് ആയിരിക്കും. ബ്ലഡ് ലോസ് ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ അവിടെ എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ മാരോ ഈ RBC അവിടെ ഫോം ചെയ്യണമല്ലോ, അതിന്റെ ബേസിസിൽ ഇങ്ങനെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിസിലാണ് അവിടെ എന്തും കൂടുന്നത്, റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന്റെ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും കൂടുന്നത്. ദെൻ എപ്ലാസ്റ്റിക് അനീമിയയുടെ കേസസിലൊക്കെ ആണെങ്കിൽ റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കുറവായിരിക്കും. അവിടെ ബോൺ മാരോ ഫെയിലിയർ വരുമ്പോഴാണ് എപ്ലാസ്റ്റിക് അനീമിയ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ലോ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ആയിരിക്കും. പിന്നെ ബോൺ മാരോ ഫെയിലിയറിലൊക്കെ ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ലോ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ RBCയുടെ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ അവിടെ ലോ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ആയിരിക്കും. പിന്നെ
കീമോതെറാപ്പി ബേസിസിലൊക്കെ ആണെങ്കിൽ ബോൺ മാരോ സപ്രഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. മാരോ അവിടെ എന്ത് പറ്റും, ഡാമേജ് ആവുന്ന കണ്ടീഷനിൽ പ്രോപ്പർ ആയിട്ടൊന്നും അവിടെ സെൽസ് കാര്യങ്ങളൊന്നും ഫോം ആവത്തില്ല. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇൻക്രീസ് ആവുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അക്യൂട്ട് ബ്ലഡ് ലോസിലായിരിക്കും ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലഡ് ലോസ് വരുമ്പോൾ നമ്മളെ ബോൺ മാരോ റെസ്പോണ്ട് ചെയ്യുന്നത് റെറ്റിക്കുലോസൈറ്റിന് അവിടെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു കേസസിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, അക്യൂട്ട് ബ്ലഡ് ലോസിൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിസ്കഷൻസ് ഓവർ ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു.